ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, താങ്കൾക്ക് നാണമുണ്ടോ ഈ ഒരു സമയത്ത് ഈ പെൻഷൻ സ്കീമിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താനും പുതിയ പെൻഷൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ? ഈ പെൻഷൻ കൊണ്ടുവരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പുതിയ പെൻഷൻ കൊണ്ടുവന്നതും അല്ലെങ്കിൽ പെൻഷൻ എമൗണ്ട് കൂട്ടുന്നതും ഒക്കെ നല്ല കാര്യമാണ്. കാരണം ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം അവരുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടും, അവർക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെലവഴിക്കാൻ പറ്റും, കൺസംഷൻ കൂട്ടാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, CAG റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ മൊത്തത്തിലുള്ള ലയബിലിറ്റി കടം എന്ന് പറയുന്നത് 2023-24 4.33 ലക്ഷം കോടി രൂപയാണ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം മാർച്ച് 31, 2026 ആകുമ്പോഴേക്കും 4.82 ലക്ഷം കോടി രൂപ കടം കേരള ഗവൺമെന്റിന് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 6 വർഷത്തിന്റെ ഉള്ളിൽ കേരള ഗവൺമെന്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലൂടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് 44,653 കോടി രൂപയാണ്. അതിൽ ഇപ്പോഴും 13,000 കോടി രൂപ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ഓരോ മാസവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടം വാങ്ങിച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പല പെൻഷൻസും, ഈ പ്രവാസി പെൻഷൻസ്, അതുപോലെ തന്നെ സാധാരണയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഒക്കെ, ഈ പെൻഷൻസ് ഒക്കെ ഇപ്പോഴും കൊടുക്കാതെ നിൽക്കുന്നുണ്ട്, പെൻഡിങ് വരുന്നുണ്ട്. ആദ്യം ഈ പെൻഡിങ് ഒക്കെ തീർത്ത് പ്രോപ്പറായി കൊടുക്കേണ്ട സമയത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ അതൊക്കെ കൊടുക്കൂ. അതിനുശേഷം മതി പുതിയ പെൻഷനൊക്കെ കൊടുക്കുന്നത്. എന്തേ, ശരിയല്ലേ? കടം വാങ്ങിച്ച് പെൻഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു അൺസസ്റ്റൈനബിൾ പ്രാക്ടീസ് ആണ്. കാരണം കടം വാങ്ങിച്ച് നമ്മൾ ഒരു കാര്യത്തിന് ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ദീർഘകാലം പോകുന്ന ഒരു കാര്യമല്ല. അതുപോലെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കടം വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് നൽകണം, പലിശ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പല ഡെവലപ്മെന്റൽ പ്രൊജക്ടിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ് നമ്മൾ ഈ ഒരു പെൻഷന്റെ അതിനുവേണ്ടി കടം വാങ്ങിച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളെ സർക്കാർ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സാധനങ്ങളുടെ വില അധികരിക്കാനുള്ള സാധ്യതയും ഇതിന്റെ പിന്നിലുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കേരളത്തിലെ ഇമേജ് എന്ന് പറയുന്നത് വളരെ മോശമാണ്, നെഗറ്റീവ് ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ തോറ്റാൽ ഇനി വരുന്ന ഗവൺമെന്റിന് പണി കൊടുക്കാം എന്നൊരു രീതിയിലും ഈ ഒരു സ്കീമൊക്കെ കൊണ്ടുവരാം. കാരണം ഇപ്പോൾ സ്കീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റിന് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കും, അതായത് അവർക്ക് നല്ല പേര് വരും. എന്നാൽ അടുത്ത പുതുതായിട്ട് വരുന്ന ഗവൺമെന്റ്, അത് ഏത് പാർട്ടിയും ആവട്ടെ, ഏത് പാർട്ടിയാണോ അടുത്തത് വരുന്നത്, ഒരുപക്ഷെ ഇവർ തന്നെ വരാം, അല്ലെങ്കിൽ കോൺഗ്രസ് വരാം, BJP വരാം, ഏത് പാർട്ടിയും ആവട്ടെ, അവർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അവരാണ് അനുഭവിക്കേണ്ടത്. കാരണം ഈ കടം വാങ്ങിച്ചതൊക്കെ അടച്ചു തീർക്കേണ്ടത് അവരുടെ കടമയാണ്, അവരടച്ചു തീർക്കണം. അവർക്ക് ഈ പെൻഷൻ നിർത്തിവെക്കാൻ പറ്റില്ല. കാരണം നിർത്തിവെച്ച് കഴിഞ്ഞാൽ അത് ആ ഗവൺമെന്റിന്റെ ഒരു നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യില്ല. അവർ വീണ്ടും ഇതുപോലെ കടം വാങ്ങിച്ചിട്ട് പെൻഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വലിയൊരു കടത്തിലേക്ക് തന്നെ കേരളം പോകാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ട്. കാരണം ഇപ്പോഴും സ്റ്റിൽ ഓരോ മാസവും കടമെടുത്തിട്ടാണ് പെൻഷൻ എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും പ്രോപ്പറായിട്ട് ഇപ്പോൾ അധിക പേർക്കും കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻസും വരുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്നില്ല, ഒരുപാട് പെൻഡിങ് ഫണ്ട് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ പെൻഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രശ്നം വരുന്ന, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള മറ്റൊരു പ്രശ്നമാണ് KSEBയുടെ പകൽക്കൊള്ള. നമുക്ക് ഈ ബ്ലേഡുകാരെ അറിയാം. ചിലപ്പോൾ തോന്നും KSEBയേക്കാളും നല്ലത് ഈ ബ്ലേഡുകാരാണെന്ന്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടും വെച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.